നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ താലിയുടെ പുറത്ത് മറ്റൊരു താലി കെട്ടാൻ പറ്റുമോ? പറ, ജഗനെ കൊണ്ടത് പറ്റുമോ? ജഗൻ നേരത്തെ എത്തിയോ? ആ ജഗൻ എന്തോ അത്യാവശ്യ കാര്യം വന്ദനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ ആ ആ പറഞ്ഞു. എന്താ മോനെ? അച്ഛാ അത് ഹലോ, എവിടെ? മുക്കോലക്കൽ ജംഗ്ഷനിലോ? വരാം. ഇവിടുന്ന് അവിടം വരെ എത്താനുള്ളൊരു 10 മിനിറ്റ്. ശരി. മോനെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്. നിങ്ങൾ സംസാരിക്കേ. മോളെ വിളിച്ചാ മതി, അച്ഛൻ വരാം. ശരി. എന്താ ജഗനോട് പറയാനുള്ളത്? എനിക്ക് ജഗനോട് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം ജഗൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. വന്ദനയ്ക്ക് പറയാനുള്ളത് പറ, എന്നിട്ട് ഞാൻ പറയാം. ജഗനല്ലേ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ജഗൻ പറ. അതെ, അത് ശരി തന്നെയാ. പക്ഷേ വന്ദനയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ രണ്ടാമത് പറയാന്ന് വെച്ചു. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അത് ശരിയാ, ലേഡീസ് ഫസ്റ്റ് തന്നെയാ. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വീട്ടിലിരുന്ന എന്നോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഒടുവിൽ പറയാനുള്ളയാൾ ഒന്നും പറയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കാം. അതൊന്നും പറ്റില്ല. ജഗൻ തന്നെ കാര്യം പറയണം. പറയാം. പറയുമ്പോ വന്ദന അത് എങ്ങനെ ഉൾക്കൊള്ളൂന്നറിയില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് നീലിമയല്ലേ? ഏയ്, ഒരിക്കലുമല്ല. ഞാനും നീലിമയും തമ്മിൽ ചേരില്ല. നീലിമയ്ക്ക് ചേർന്ന പയ്യൻ ഞാനല്ല. നീലിമ കാണാൻ നല്ല സ്മാർട്ടാണ്. ആയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ തമ്മിൽ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇനി അക്കാര്യത്തെക്കുറിച്ച് വന്ദന എന്നോട് സംസാരിക്കരുത്, പ്ലീസ്. നീലിമ വരുന്നതിന് മുമ്പേ ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾക്കതറിയാം. പക്ഷേ അറിയില്ലെന്ന് നടിക്കുന്നതാ. ആണോ? എങ്കിൽ അയാളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറയണം ജഗന്റെ ഇഷ്ടം. പറയാം. അത് പറയാനാ ശ്രമം. അതിന്റെ മുന്നോടിയായിട്ടാ വന്ദന ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആണോ? വന്ദനെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എനിക്ക് വന്ദന ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറും ഇഷ്ടമല്ല. വന്ദന വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തൊക്കെയാ ജഗനി പറയുന്നത്? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നോ?
എന്നെക്കാളും 1-2 വയസ്സിന് ഇളയതാണ്. അതൊക്കെ എനിക്കറിയാം വന്ദന. അതെനിക്ക് പ്രശ്നമല്ലെങ്കിലോ? എത്രയോ പേർ പ്രായത്തിൽ മൂത്തവരെ കല്യാണം കഴിക്കുന്നു. ഇതിപ്പോ നമ്മൾ തമ്മിൽ 1-2 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ആയിരിക്കാം. വേറെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വേറെ എന്തു പ്രശ്നമാണ്? ജാതകദോഷമല്ലേ? ഞാനൊരു പൊതുപ്രവർത്തനാണ്, അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നവൻ. ജാതകദോഷമൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇതോ ഈ താലിയുടെ പുറത്ത് മറ്റൊരു താലി കെട്ടാൻ പറ്റുമോ? പറ, ജഗനെ കൊണ്ടത് പറ്റുമോ? ഈ താലി എനിക്കറിയാവുന്നതല്ലേ? ആ ദുഷിച്ച നിമിഷത്തെക്കുറിച്ചാ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. വന്ദനെ, ഈ താലി ഇത് കിട്ടിയത്? ഈ താലി കിട്ടിയത് ആരാണെന്ന് അറിഞ്ഞ അയാളെ ഞാൻ സ്വീകരിക്കോ എന്നല്ലേ? ഇല്ല, എന്റെ ജീവിതം നശിപ്പിച്ച ദ്രോഹിയോട് എനിക്ക് വെറുപ്പാണ്. തീർത്ത തീരത്ത് പകയാണ് അവനോട് എനിക്ക്. ഒരു പെണ്ണിനോട് കാണിക്കാൻ പാടില്ലാത്ത ചതിയാ അവൻ എന്നോട് കാണിച്ചത്. ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എന്താണെന്ന് അവൻ അറിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.